തെങ്ങിൻ്റെ ചുവട് കണ്ടോ ആരെങ്കിലും? ഇതേപോലെ ഒരാൾക്ക് കയറിയിരിക്കുന്ന പോടുള്ളൊരു തെങ്ങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 2 പ്ലാവ് മുറിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ തെങ്ങാണ്. ഇപ്പോൾ ഈ പ്ലാവ് കച്ചവടമാക്കിയതിൻ്റെ സൈഡിൽ കൂടെ വീട്ടുകാർ ഫ്രീ ആയിട്ട് മിക്കവാറും ഉള്ളിടത്തൊക്കെ സംഭവിക്കുന്നു. നല്ല പണിയെന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത്, ഒരുമാതിരി വളഞ്ഞ് പൊളഞ്ഞ് പാമ്പ് പോലെ കണ്ടു ചരിഞ്ഞ് വീടിന് ചുവട് അവരുടെ പറമ്പിലും മണ്ട അങ്ങ് അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു തെങ്ങ് അവർ ആ തടി കച്ചവടം നടത്തിയതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഇതോടെ മുറിക്കാനുള്ള ഒരു കണ്ടീഷൻ മുതലാളിയായിട്ട് ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ നമ്മളോട് പറഞ്ഞതിൻ്റെ പകുതി വെച്ച് മുറിച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മളിത് മുറിച്ച് കഴിഞ്ഞപ്പോഴേ നമുക്ക് ചെറുതായിട്ട് പനി പിടിച്ചതും എല്ലാം. പിന്നെ സ്പൈക്ക് വെച്ച് നമ്മൾ ആദ്യമായിട്ടാണ് തെങ്ങ കയറുന്നത്. നമ്മളല്ലാതെ മിഷൻ വെച്ചൊക്കെ കയറുമായിരുന്നു, അല്ലാതെ സ്പൈക്ക് വെച്ച് ആദ്യമായിട്ടോ. ഇത്രയും വളഞ്ഞ് കിടക്കുന്നുണ്ട് മിഷൻ വെച്ച് കയറാൻ പാടില്ല. അതുകൊണ്ട് നമ്മളല്ലാതെ സ്പൈക്ക് ഉപയോഗിച്ച് നമ്മൾ കയറി തേങ്ങ തലയിലിടിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ആദ്യം പിരിച്ച് താഴെ കളഞ്ഞു. നേരെ ഉരുണ്ടവരുടെ വരയ്ക്കകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി മുറിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളത് താടി മുറിച്ച് 2 ദിവസം കഴിഞ്ഞ് വയ്യാഞ്ഞിട്ട് കൂടെ നമ്മൾ പോയി അത് കയറി മടലെല്ലാം വെട്ടി. ഒരു ലോഡ് മടലുണ്ടായിരുന്നു. വെട്ടി മൊത്തം വീഴുന്നത് അവരുടെ മുറ്റത്താണ്. അവരുടെ മുറ്റത്താണ് വീഴുന്നത് മൊത്തം, കണ്ടില്ലേ? എന്നാലും നമ്മൾ ഒരു നാശവും ഇല്ലാതെ അതെല്ലാം മുറിച്ചിറക്കി. ഇതൊക്കെ പോകുമ്പോൾ നീ നാട്ടമെന്ന് പറഞ്ഞാൽ എന്തോ കുലുക്കുന്നതെന്നറിയാം. അത് ആ വീട്ടുകാർക്ക് വല്ലതും അറിയണ്ടോ? നമുക്കൊരു സ്വൈര്യം തരത്തില്ല. നമ്മളാ താടി മുറിച്ചപ്പോൾ തൊട്ട് എൻ്റെ തെങ്ങ് എന്നും പറഞ്ഞാൽ കിടന്നങ്ങ് അലയാ വീട്ടുകാർ. കണ്ടോ ആ വീടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പീസൊക്കെ നമ്മളിത് മുറിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് നിൽക്കുന്ന തേങ്ങ ആടുമെന്ന് പറഞ്ഞാലും ഈ തെങ്ങൊക്കെ നിന്ന് ആടുമെന്ന് പറഞ്ഞാൽ ചുവട് കേടും കൂടെ. അതൊന്നും വീട്ടുകാർക്ക് അതൊന്നും അറിയണ്ട. നമ്മുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയണ്ട. അവർക്ക് അവരുടെ കാര്യം നടക്കണം. നമ്മളെന്നിട്ടും കയറി മുറിച്ച് പകുതി വരെ അവരുടെ വീടേ വീഴാത്ത നീളത്തിലാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ വയ്യാഞ്ഞിട്ട് കൂടെ നമ്മളത് കയറി മുറിയടിച്ച് താഴത്തെള്ളിയിട്ട് കണ്ടോ തൊട്ട് കീഴ് കൂടെ മതിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളത് അടിപൊളിയായിട്ട് മുറിച്ചു. നമ്മളിവിടെ വിഷ്ണു ഉണ്ട്. വിഷ്ണു താഴെ നിൽപ്പുണ്ട്. കണ്ടോ ആ മുറ്റത്ത് നിൽപ്പുണ്ട്. ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു മതിലുമുണ്ട്. നമ്മൾ അതിലൊന്നും വീഴാതെയാണ് ഇതെല്ലാം മുറിച്ച് താഴെ ഇറങ്ങിയത്. എന്നിട്ട് പകുതിയായി, ആ മുക്കാലുമായി. അതിനി അങ്ങനെ മൂടെ മുറിച്ചിട്ടാലും അവരുടെ വീട്ടിൽ ചെല്ലത്തില്ല. പിന്നെ നമ്മളത് മുറിച്ചു തിരിച്ച് താഴെ സ്പൈക്കിൽ ഇറങ്ങാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ചെറിയൊരു ഐഡിയ ഉപയോഗിച്ചു പെട്ടെന്ന് താഴെ ഇറങ്ങി. അതേ നിർത്തി കുലുങ്ങാൻ പറ്റത്തില്ല, അതിൻ്റെ ചൂട് പിഴുതിരിക്കും ഇല്ലേ, നമുക്ക് പണി കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ പതുക്കെ അതിൻ്റെ ഒരു ചെറിയ കയറിടാനുള്ള സ്പേസ് ഉണ്ടാക്കി നമ്മൾ കയറിട്ട് ഇനി താഴെ വന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പണി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആശുപത്രിയിൽ പോയതാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് പിന്നെ ഒന്ന് പണിക്ക് 2 ദിവസം കൊണ്ടന്ന് പണിക്ക് ഇറങ്ങുന്നത്. കണ്ടില്ലേ വിറയ്ക്ക് വരുന്നത് പൂക്കൊല പോലെ. എന്നിട്ടും പറയാം എനിക്കത് മൂടെ മുറിച്ച് തരണമെന്ന്.